മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. രണ്ട് വാക്കുകൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കുകളാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നുമല്ല. ഈ രണ്ട് വാക്കുകൾ നമ്മളുടെ മനസ്സിൽ എല്ലാവരുടെയും ഉണ്ടാവണം. ജീവിത യാഥാർത്ഥ്യം. രണ്ട് വാക്കുകളാണ്, വളരെ ഉജ്ജ്വലമായിട്ടുള്ള അതിഗഹനമായിട്ടുള്ള വാക്കുകളാണ് ജീവിത യാഥാർത്ഥ്യം എന്നുള്ളത്. ദ ഫാക്ട്, ട്രൂത്ത് ആൻഡ് എസൻസ് ഓഫ് ലൈഫ്. ഫാക്ട്, ട്രൂത്ത് ആൻഡ് എസൻസ് ഓഫ് ലൈഫ്. എന്താ ജീവിത യാഥാർത്ഥ്യം? എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിലെ എത്ര വലിയവനും എത്ര ചെറിയവനും, എത്ര വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസമില്ലാത്തവനും, എത്ര സമ്പന്നനും എത്ര അസമ്പന്നനായിട്ടുള്ള ഭിക്ഷക്കാരനായിട്ടുള്ളവനും, എല്ലാവർക്കും ഈ ജീവിത യാഥാർത്ഥ്യം എന്ന വാക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, ആപ്ലിക്കബിൾ ആണ്. ഒന്ന് നോക്കാം, ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്. ഇതെല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഓർമ്മിക്കുന്നുണ്ടെങ്കിലും ഓർമ്മിക്കുന്നില്ലെങ്കിലും, ഇഫ് ദർ ഈസ് എ ബർത്ത് ഫോർ എനി ആനിമൽ ഇൻ ദ വേൾഡ്, ഇന്നവിറ്റബിളി ഡെത്ത് ഈസ് ദർ. ഉയർച്ചയുണ്ടെങ്കിൽ താഴ്ചയുണ്ട്. അതുപോലെ തന്നെ വരവുണ്ടെങ്കിൽ ചെലവുണ്ട്. നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നവരുണ്ടെങ്കിൽ ചീത്ത പറയുന്നവരുണ്ട്. അഭിനന്ദിക്കുന്നവരുണ്ടെങ്കിൽ അവഹേളിക്കുന്നവരുണ്ട്. വളർച്ചയുണ്ടെങ്കിൽ ഇടയ്ക്ക് തളർച്ചയുണ്ട്. ഇതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. വളരുമ്പോൾ സന്തോഷിക്കുകയും, ജനിക്കുമ്പോൾ സന്തോഷിക്കുകയും, ലാഭം കിട്ടുമ്പോൾ സന്തോഷിക്കുകയും, ഉയരുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ദുഃഖവും ഉണ്ടാവും. അതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിക്കുമ്പോൾ വേദനയും ഉണ്ടാവും. അതുകൊണ്ട് മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ മനസ്സിൽ ദുഃഖമുണ്ട്. ശരീരത്തിന് സുഖമുണ്ടെങ്കിൽ ശരീരത്തിന് വേദനയുമുണ്ട്. ഒരു ആസ്പെക്ട് മാത്രമായിട്ട് പ്രകൃതി ഒരിക്കലും മനുഷ്യന് കൊടുക്കില്ല. ഒരാൾക്ക് എന്നും സന്തോഷിക്കാനുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഒരാൾക്ക് എന്നും ദുഃഖിക്കാനുള്ള അവസ്ഥ. ഒരാൾക്ക് എന്നും ദുഃഖിക്കാനുള്ള അവസ്ഥ ചിലപ്പോൾ റെയറായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഒരു ചേരി പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തിയുടെ പ്രശ്നങ്ങൾ, അതേ പ്രശ്നം ഒരു പക്ഷേ ഒരു കോടി പ്രഭുവിന് വന്നാൽ അയാൾ സെക്കൻഡ് കൊണ്ട് ആത്മഹത്യ ചെയ്യും. ഒരു കോടി പ്രഭുവിന് വരുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ ചേരി പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തിക്ക് ഒരു പ്രശ്നമേ ആയിരിക്കില്ല. അപ്പൊ വ്യക്തി ഏത് സ്റ്റേറ്റിൽ നിലനിൽക്കുന്നു, ഏത് നിലവാരത്തിലാണ് അയാളുടെ അസ്തിത്വം, അവിടെ നിന്ന് ആണ് ആ വ്യക്തിയുടെ ദുഃഖവും വേദനയും പ്രശ്നങ്ങളും എല്ലാം വിലയിരുത്തുക. മുകേഷ് അംബാനിയുടെയും അനിൽ അംബാനിയുടെയും രത്തൻജി ടാറ്റയുടെയും നരേന്ദ്രമോദിയുടെയും പിണറായി വിജയന്റെയും അതുപോലെ തന്നെ ശശികലയുടെയും അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിന്റെയും പ്രശ്നങ്ങൾ ആയിരിക്കില്ല ഒരുപക്ഷെ ഒരു ചെറിയ കുടില് കെട്ടിയിട്ട് താമസിക്കുന്ന വ്യക്തിയുടെ പ്രശ്നങ്ങൾ. കൂടംകുളം ആറ്റമിക് റിയാക്ടറിനകത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ പ്രശ്നമായിരിക്കില്ല BSNL ടെലിഫോൺ റിപ്പയർ ചെയ്യാനായിട്ട് പോകുന്ന ടെക്നീഷ്യന്റെ പ്രശ്നങ്ങൾ. ഹൈ ടെൻഷൻ ഇലക്ട്രിക്കൽ വയർ റിപ്പയർ ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ പ്രശ്നങ്ങളും അതേ സമയത്ത് ഒരു കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യാൻ പോകുന്ന ആളുടെ പ്രശ്നങ്ങളും രണ്ടും രണ്ടാണ്. പക്ഷെ രണ്ടും ആ രണ്ട് വ്യക്തികൾക്ക് കോംപ്ലിക്കേറ്റഡ് ആകാം, എന്റർടൈനബിൾ ആവാം, എൻജോയബിൾ ആവാം. അപ്പൊ ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ജീവിത സന്ദേശം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും ചിരിയും കരച്ചിലും വരവും പോക്കും ജനനവും മരണവും അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും ഡെനിഗ്രേഷനും ഇതെല്ലാം ജീവിതത്തിലുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഒരവസ്ഥ വരണമെങ്കിൽ മരണത്തിന് ശേഷമേ ഉള്ളൂ, അല്ലെങ്കിൽ നല്ലോണം ഉറങ്ങുന്ന അവസ്ഥയിലേ ഉള്ളൂ. ഉറക്കം എന്ന് പറയുന്നത് ടെമ്പററി ഡെത്താണ്. ഉറക്കത്തിന് ആരംഭമുണ്ട്, ഉറക്കത്തിന് അവസാനമുണ്ട്. പക്ഷേ മരണത്തിന് ആരംഭമേ ഉള്ളൂ, അവസാനമില്ല. അത് ആ ബോഡി തന്നെ നശിച്ച് അഗ്നിയിലോ മണ്ണിലോ കുഴിച്ചിടുന്ന അവസ്ഥ. ഇതെന്തിനെ ഇത്ര പറയാനുള്ള കാര്യം എന്താ? ജീവിത സന്ദേശം, ജീവിത യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ് പറയാനുള്ള കാരണം എന്താ? ഇപ്പൊ ഈ പോസിറ്റീവുകൾ ഞാൻ പറയണ്ടേ, ഉയർച്ച, വളർച്ച, ഉണർച്ച, ലാഭം, ഈ പോസിറ്റീവുകൾ ഉണ്ടാവുമ്പോൾ പരിധിക്കപ്പുറം എക്സൈറ്റഡ് ആവാതിരിക്കുക എന്ന് വിചാരിക്കാം. അതുപോലെ തിന്മകൾ ഉണ്ടാവുമ്പോൾ പരിധിക്ക്
അപ്പുറം താഴാതിരിക്കുക. ഏത് തിന്മയും ഏത് പ്രശ്നത്തിനും ആരംഭമുണ്ടെങ്കിൽ അവസാനമുണ്ട്. ഏത് നന്മയ്ക്കും ആരംഭമുണ്ടെങ്കിൽ അവസാനമുണ്ട്. ഏത് ചിന്തകൾക്കും ആരംഭമുണ്ടെങ്കിൽ അവസാനമുണ്ട്. ഏത് വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും ആരംഭമുണ്ടെങ്കിൽ അവസാനമുണ്ട്. ഈവൺ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് ആരംഭമുണ്ടെങ്കിൽ അവസാനമുണ്ട്. കുളിക്കുന്നതിന് ആരംഭമുണ്ടെങ്കിൽ അവസാനമുണ്ട്. നടക്കുന്നതിന് ആരംഭമുണ്ടെങ്കിൽ അവസാനമുണ്ട്. യാത്രയ്ക്ക് ആരംഭമുണ്ടെങ്കിൽ അവസാനമുണ്ട്. ആരംഭമുള്ള എല്ലാത്തിനും അവസാനമുണ്ട്. ആരംഭമില്ലാത്തതൊന്നും സാധാരണ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതില്ല താനും. അതുകൊണ്ട് ഓർമ്മിക്കുക, ജീവിതത്തിൽ ഓർമ്മിക്കാൻ സാധിക്കുമെങ്കിലും ഓർമ്മിക്കുക. ഇത് വലിയ തത്വശാസ്ത്രമോ ഫിലോസഫിയോ ആത്മീയതയോ ഒന്നുമല്ല. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്, ജീവിതത്തിന്റെ ഭാഗമാണ്. ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും ചിരിയും കരച്ചിലും വരവും പോക്കും. പിന്നെ അങ്ങനെ നമ്മൾ ആലോചിച്ചുകൊണ്ട് എന്താ പ്രയോജനം? നമുക്ക് ഒത്തിരിയധികം ആശ്വാസം ലഭിക്കും. നമ്മൾ തളരുന്ന ശരീരത്തെയും മനസ്സിനെയും തളരാത്തതാക്കാൻ പറ്റും, വളരുന്നതാക്കാൻ പറ്റിയില്ലെങ്കിലും. വേദനിക്കുന്ന ദുഃഖിക്കുന്ന മനസ്സിനെ നമുക്ക് വേദന കുറയ്ക്കുന്ന, ദുഃഖം കുറയ്ക്കുന്ന മനസ്സാക്കി മാറ്റാൻ സാധിക്കും. ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അറിയുകയാണെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് ആശ്വസിപ്പിക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ വേദനയിൽ പങ്കെടുക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ മനസ്സിനെ നമുക്ക് കുറെ കൂടി ഉയർത്താൻ സാധിക്കും, നമുക്കതറിയാമെങ്കില്ല. അപ്പൊ അതുകൊണ്ട് ഓർമ്മിക്കുക, ധന്യമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും ചിരിയും കരച്ചിലും വരവും പോക്കുമുണ്ടെന്നറിയുക. പ്രണാമം, നമസ്കാരം.